എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. ദൈവികതയുടെ രഹസ്യം എന്ന ഈ ഒരു ഭാഗം ചില നാളുകളായിട്ട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് കേൾക്കാനും അത് സംസാരിക്കാനും അത് ഗ്രഹിക്കാനും എല്ലാം കർത്താവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ചിന്തിക്കേണ്ട വേദഭാഗം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയത് ആകുന്നു. ദൈവഭക്തിയുടെ മർമ്മം, ദൈവികതയുടെ രഹസ്യത്തിൽ ദൈവഭക്തിയുടെ മർമ്മം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവികത എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ഭക്തിയുടെ മർമ്മം എന്തെന്നും മനസ്സിലാക്കിയിരിക്കണം. നാം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലുള്ള മർമ്മം എന്ത്? നാം എന്തിന് ദൈവത്തെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നാം എന്തുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ക്രെഡിബിളായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും. അല്ലെങ്കിൽ നാം ദൈവത്തെ എപ്രകാരമാണ് വിശ്വസിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈ വചനം വ്യക്തമായിട്ട് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയാളത്തിൽ ഞാനത് വായിച്ചു, എന്നാൽ അത് ഇംഗ്ലീഷിൽ ഞാനത് കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് തന്നെ വായിക്കാം. കിങ് ജെയിംസ് വേർഷൻ, അതായത് KJV, ഓൾഡ് ഇംഗ്ലീഷ് ബൈബിൾ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആൻഡ് വിത്തൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗാഡ്ലിനെസ്, ഗാഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. യേശുക്രിസ്തുവിന് മഹത്വം. വിത്തൗട്ട് കോൺട്രവേഴ്സി, ഒരു വിവാദത്തിനും വകയില്ലാതെ തന്നെ ദൈവഭക്തിയുടെ മർമ്മം അതിമഹത്തരമാണ് എന്ന് വചനം വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു വിവാദങ്ങൾക്കും ഒരു സംശയത്തിനും ഒരു തർക്കത്തിനും വകയില്ലാതെ തന്നെ ദൈവഭക്തിയുടെ മർമ്മം വളരെ മഹത്തരമാണ്, വളരെ അത്ഭുതകരമായതാണ് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? അല്ലെങ്കിൽ ഒരു തർക്കത്തിനും ഒരു സംശയത്തിനും വകയില്ലാത്ത ദൈവഭക്തിയുടെ മർമ്മം എന്ത്? അടുത്ത് പറയുന്നു, God was manifest in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മം, ഒരു സംശയത്തിനും വകയില്ലാത്ത മഹത്തരമായ ദൈവഭക്തിയുടെ മർമ്മം നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതുകൊണ്ടാണ് നാം പറയുന്നത് ക്രിസ്തു ദൈവമാണ് എന്ന്. ക്രിസ്തുവിനെ ഒരു വ്യക്തിയായി കാണുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വെറും ദൈവത്തിലേക്കുള്ള ഒരു മാർഗമായി മാത്രം കാണുന്ന, സ്തോത്രം, യേശു ക്രിസ്തു എവിടെ പറയുന്നു താൻ ദൈവമാണ് എന്ന്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എവിടെ പറയുന്നു എന്നെ ആരാധിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വെറുതെ നമ്മുടെ ഇടയിൽ കലക്കമുണ്ടാക്കുന്ന, വെറുതെ ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്ന, ദൈവാത്മാവ് ഇല്ലാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെയും വാക്കിന് ഒരു വിലയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റ് പല രീതിയിൽ വചനത്തെക്കുറിച്ച് തർക്കിക്കുന്നവർ ഈ ട്രാൻസ്ലേഷൻ ശരിയല്ല, ആ ട്രാൻസ്ലേഷൻ ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ KJV, കിങ് ജെയിംസ് വേർഷൻ, ആർക്കും തർക്കമില്ലാത്ത രീതിയിൽ ഏവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വേർഷനാണ് KJV വേർഷൻ. ഇവിടെ വ്യക്തമായിട്ട് ദൈവം ആരെന്ന് നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. നാം വായിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ്.
ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വിത്തൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ രഹസ്യമെന്ന് പറയുന്നത് ഒരു വിവാദത്തിനും ഒരു സംശയത്തിനും കാര്യം ഇല്ലാത്ത നിലവാരത്തിൽ അതിമഹത്തരമാണ്. ഒന്നാമത്തെ കാര്യം, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ അവതരിച്ചു. ഇവിടെ മലയാളത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആര് ജഡത്തിൽ വെളിപ്പെട്ടു? വചനം ജഡമായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നൊക്കെ പറയുന്നു. പക്ഷെ ദൈവത്തെ എങ്ങനെ വിശ്വസിക്കണം? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ദൈവം ആരായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടു? ദൈവം ക്രിസ്തുവായി ജഡത്തിൽ വെളിപ്പെട്ടു. ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു ദൈവത്തിന്റെ വചനമായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവം ഏകനത്രേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്ത്? നിങ്ങളുടെ വിചാരം എന്ത്? നിങ്ങളുടെ വികാരം എന്ത്? നിങ്ങളെ ആത്മാവ് എപ്രകാരം നടത്തുന്നു? അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുള്ളതും, അതനുസരിച്ചിരിക്കും നിങ്ങൾ നിത്യതയെ ഉറപ്പാക്കുന്നതും, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ നിത്യജീവന്റെ ഭാവി. ഈ ലോകത്ത് നാം എങ്ങനെയെല്ലാം ജീവിച്ചാലും, എങ്ങനെയെല്ലാം എന്തെല്ലാം നേടിയാലും, നാം എത്ര വലിയ വിശ്വാസ വീരനോ ആയാലും, എന്ത് തന്നെ ആയാലും, നാം എന്തെല്ലാം അക്കംപ്ലിഷ് ചെയ്താലും ശരി, ക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ക്രിസ്തു നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുള്ളത്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ ഫലമെന്ത്? അതായത് ക്രിസ്തുവിനെ നിങ്ങൾ മനസ്സിലാക്കിയതിലൂടെ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ, നിങ്ങളിൽ വെളിപ്പെടുന്ന ദൈവശക്തിയിലൂടെ വെളിപ്പെടുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഫലം എപ്രകാരമുള്ളത്? ഇതെല്ലാം വളരെയധികം സ്ക്രൂട്ടിനിക്ക്, ശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നാം തന്നെ ഒന്ന് വിധേയമാക്കേണ്ട ആത്മീകമാകുന്ന വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ വെറും ഒരു മനുഷ്യനായി കാണുന്ന, ഒരു ദേവനായി കാണുന്ന, ഒരു വിശുദ്ധ മനുഷ്യനായി കാണുന്ന, അല്ലെങ്കിൽ ഒരു അവതാരമായി കാണുന്ന ക്രിസ്തുവിനെ ദൈവത്തിന് താഴെയായി കാണുന്ന ഏതെല്ലാം പഠിപ്പിക്കലുണ്ടോ, ഏതെല്ലാം നിലവാരത്തിലുള്ള വിചാരങ്ങളുണ്ടോ, വിചാരധാരകളുണ്ടോ, ഗൂഢാലോചനകളുണ്ടോ, അതെല്ലാം അന്തിക്രിസ്തുവിന്റെ പഠിപ്പീരാണ്. ക്രിസ്തുവിനെ ത്യജിക്കുന്നവൻ, ക്രിസ്തു ആരെന്നുള്ള ആ ദൈവിക മർമ്മത്തെ ത്യജിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ളവനാണ്. നാമോ ദൈവത്തിന്റെ ആത്മാവുള്ളവരത്രേ. ഞാൻ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും, ഞാൻ ഏത് മഹത്തരമായ ഭാഷകളിൽ സംസാരിച്ചാലും, ഞാൻ ഏറ്റവും വലിയ ജ്ഞാനം പ്രദർശിപ്പിക്കുന്നവനായാലും, ഞാൻ മനുഷ്യരെ എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ പറയുന്നത് സത്യമെന്ന് പറയിപ്പിച്ചാലും, എന്നിൽ ക്രിസ്തുവിനെ ഞാൻ അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട നിലവാരത്തിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം പാഴാ. അങ്ങനെയുള്ള വ്യക്തി ജനിക്കാതിരുന്നാൽ ഭാഗ്യം. ആ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ പിതാവിനെ ഓർക്കണം. കാരണം പിതാവും പുത്രനും ഒന്നാണ്. ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പിതാവേ എന്ന് വിളിക്കുകയാണ്. എനിക്ക് യേശുവേ എന്ന് വിളിക്കുവാനും, എനിക്ക് എൻ്റെ പിതാവിനെ ഓർക്കാനും, എൻ്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ഒരുക്കുന്ന, എന്നെ ഉത്സാഹിപ്പിക്കുന്നത് എൻ്റെ ആത്മാവല്ല, എൻ്റെ മനസ്സല്ല, എൻ്റെ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ജ്ഞാനമോ പരിജ്ഞാനമോ അല്ല, എന്നിൽ വ്യാപരിക്കുന്ന എന്തേലും ഒരു കൃപാവരമല്ല, സാക്ഷാൽ സകലത്തിൻ്റെയും ആധാരമായ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധ ആത്മാവ്
നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരണം. പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് ക്രിസ്തുവും പിതാവുമായുള്ള ബന്ധത്തെ വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവിനും മാത്രമേ നിങ്ങളെ വ്യക്തമായ രീതിയിലുള്ള ഈ സത്യബന്ധത്തിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയൂ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, വിൻഡിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. യേശുക്രിസ്തുവിന്റെ മഹത്വം. ഓർ ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് ക്രിസ്തു. ആരാണ് ക്രിസ്തു? പലരും പറയും യേശുവാണ് ക്രിസ്തു, മറിയയുടെ മകനാണ് ക്രിസ്തു. ദൈവം നമ്മോടുകൂടെ. അതെ, ദൈവം നമ്മോടുകൂടെ തന്നെ. ദൈവം നമ്മോടുകൂടെ എങ്ങനെ വെളിപ്പെട്ടു? ദൈവം നമ്മോടുകൂടെ എന്ന ആ വാഗ്ദത്തം വെളിപ്പെടുത്തുവാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ഏകജാതനായ പുത്രൻ ആയിട്ടാണ്. എന്തുകൊണ്ട് പുത്രനായി വെളിപ്പെട്ടു? കാരണം പുത്രനിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ. ഒന്ന്, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവവുമായിട്ട് ഇൻഡയറക്റ്റ് ബന്ധമല്ല, ഡയറക്റ്റ് ബന്ധമാണ്. എങ്ങനെ? പുത്രനിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അവർ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ജനിച്ചവരല്ല, അവർ ആത്മാവിനാൽ ജനിച്ചവരാണ്. ക്രിസ്തു ആര്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനാണ് ക്രിസ്തു. Who is Christ? Christ is God who manifested in the flesh. Who is Christ എന്ന് ചോദിച്ചാൽ പലരും പറയും the anointed one, യശുവ, യഹോശുവ എന്നെല്ലാം പറയും. പക്ഷേ അതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് വിശ്വസിക്കണം? വേദപുസ്തകം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. വേദപുസ്തകം പറയുന്നു God was manifest in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് ക്രിസ്തു. ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉറയ്ക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതൊരിക്കലും മാറിപ്പോകരുത്. ഇന്നും ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് നാം വസിക്കുന്നത്. ഇതൊരു ദുഃഖസത്യമാണ്. ഇത് സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ലജ്ജയോടുകൂടി മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ക്രിസ്തു ആരെന്നറിയാതെ ക്രിസ്ത്യാനിയായവർ, ക്രിസ്തു ആരെന്നറിയാതെ സ്നാനപ്പെട്ടവർ, ക്രിസ്തു ആരെന്നറിയാതെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ, ക്രിസ്തു ആരെന്നറിയാതെ പ്രസംഗിക്കുന്നവർ, ക്രിസ്തു ആരെന്നറിയാതെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറയുന്നവർ. പ്രിയമുള്ളവരെ, കർത്താവിനെ മനസ്സിലാക്കേണ്ടവണ്ണം മനസ്സിലാക്കുക, ഉറച്ചു നിൽക്കേണ്ടവണ്ണം ഉറച്ചു നിൽക്കുക. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ക്രിസ്തു ആരെന്ന് ഞാൻ ഈ കേട്ട വചനം വിശ്വസിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഈ വചനം വായിച്ച് നിങ്ങളത് കേട്ടു, നിങ്ങളത് വിശ്വസിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഷ്ടകാലത്തിൽ അല്ലെങ്കിൽ ദുർഘട സമയത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ സത്യം മനസ്സിലാക്കുകയും ഈ സത്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആംഗിളിൽ നിന്നുകൊണ്ടും എല്ലാ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടും ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടും കർത്താവിനെ പരിപൂർണമായി സ്നേഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, കർത്താവിനെ പരിപൂർണമായി സ്നേഹിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ മാത്രമേ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അനുഭവിപ്പാൻ കഴിയൂ. സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ക്രിസ്തുവിനെ അറിയരുത്. വീണ്ടും ജനിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അറിയരുത്. പാപം ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തുവിനെ അറിയരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ അറിയരുത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ക്രിസ്തു ഏക സത്യ ദൈവമാണ്. ക്രിസ്തു ദൈവം മനുഷ്യനായി വെളിപ്പെട്ടവനാണ്. ക്രിസ്തു ദൈവമാണ്. എനിക്ക് എൻ്റെ ദൈവത്തെ അറിയണം. എൻ്റെ ദൈവത്തെ അറിയുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ. ആ ദാഹം നിങ്ങളെ ക്രിസ്തുവിനെ അറിയാൻ
പ്രേരിപ്പിക്കട്ടെ. ഈ ഒരു സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ, ഈ ഒരു സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് സകലതും ലഭിക്കും. അതത്രേ കർത്താവ് പറയുന്നത്. ആദ്യം രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. രാജ്യമെന്ത്? ക്രിസ്തു തന്നെ, ദൈവം തന്നെ. നീതി എന്ത്? നീതിമാൻ ആരുമില്ല, നീതി ദൈവം മാത്രമാണ്. സ്നേഹിപ്പിൻ, അന്വേഷിപ്പിൻ. എന്തിന്? അപ്പോൾ നിങ്ങൾക്ക് സകലതും ലഭിക്കും. നിങ്ങൾക്ക് നിത്യജീവനെ ലഭിക്കും, നിങ്ങൾക്ക് പുത്രത്വം ലഭിക്കും, നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും. നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിച്ച് ഈ ലോകപ്രകാരം നന്മ പ്രാപിക്കാം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾ വിഡ്ഢികളാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് തന്നോളും. പ്രിയപ്പെട്ടവരെ, വചനം ഗ്രഹിപ്പാൻ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മോട് ദയ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചില ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ചില നാളുകളായിട്ട് എൻ്റെ മുമ്പിലുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. എനിക്ക് വചനം പറഞ്ഞ് മുമ്പോട്ട് പോകാനാണ് താല്പര്യം, എങ്കിലും എനിക്കിതിപ്പോൾ പറയാൻ തോന്നുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ചില ആൾക്കാർ ചില വിഷയങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മോട് പറയും അത് പൈശാചിക പോരാട്ടമാണ്. ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് തോന്നും അത് ഒരു പ്രതികൂലമാണ്. എന്നാൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ നമ്മുടെ ജഡപ്രകാരമുള്ള ചിന്തയിൽ ഇങ്ങനെ എല്ലാം വരുമ്പോഴും ഉള്ളിൽ അതങ്ങനെ പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു രീതിയിൽ ഒരു കാഴ്ചപ്പാട് ദൈവത്തിന്റെ ആത്മാവ് തരുകയോ ഒന്നും ചെയ്യാറില്ല. ഇന്ന് ജനിച്ച ഒരു ശിശുവിനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ കൂടുതൽ അറിയുവാനായിട്ട് വിട്ടുകൊടുത്ത് ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ സ്വയമായിരിക്കുമ്പോൾ ആ വിഷയങ്ങൾ താനെ പരിഹരിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങളുണ്ടോ? പ്രതികൂലം എനിക്ക് ആവശ്യം പോലെ ഉണ്ട്. പക്ഷേ പ്രതികൂലം പരിഹരിക്കാൻ പോകരുത്. പ്രതികൂലം പരിഹരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാനും പോകണ്ട. പകരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന കർത്താവിനെ നോക്കുക. കർത്താവിനെ നോക്കുക എന്നാൽ കർത്താവിനെ അന്വേഷിക്കുക. കർത്താവിനെ അന്വേഷിക്കുക എന്നാൽ കർത്താവിനെ അറിയുക. അതാണ് നമുക്ക് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. And without controversy, great is the mystery of godliness. God was manifest in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇത് ഒരു വിവാദങ്ങൾക്കും കാരണമാകേണ്ടതല്ല എന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വം. And it is the greatest mystery of godliness. ദൈവഭക്തിയുടെ ഏറ്റവും വലിയ മർമ്മമാണിതെന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രമാണോ? ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നതിന് തെളിവായിട്ട് യേശു ക്രിസ്തുവിന് മഹത്വം ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. എങ്ങനെയാണ് കർത്താവ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടത്? ഒന്നാമത്, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു എന്ന ആ വചനത്തിൽ തന്നെ നമുക്കറിയാം ദൈവവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ ആത്മാവിനാൽ ആത്മീക ജനനമാണ് പ്രാപിക്കുന്നത്, ജഡീക ജനനമല്ല പ്രാപിക്കുന്നത്. ദൈവം ഏകനത്രേ. ദൈവത്തിന്റെ ആത്മാവിനെയും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ആത്മാവായത് കൊണ്ടാണ് ദൈവം ആത്മാവിനാൽ ക്രിസ്തു ജനിച്ചത്. ദൈവം ആത്മാവിനാൽ ക്രിസ്തുവായി ജനിച്ചത്. പുരുഷന്റെ ഇഷ്ടപ്രകാരമല്ല ജനിച്ചത്, ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല ജനിച്ചത്, മനുഷ്യരക്തത്താൽ അല്ല ജനിച്ചത്. നമ്മെ വീണ്ടെടുത്ത രക്തം മനുഷ്യരക്തമല്ല. നമ്മെ വീണ്ടെടുത്ത രക്തം ആത്മാവാകുന്ന ദൈവരക്തമാണ്. പലരും കർത്താവെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, കർത്താവെ അങ്ങയുടെ രക്തത്താൽ മുദ്രയിടുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവം ആത്മാവാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ആത്മീക രക്തത്താലാണ്. അതായത് രക്തം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, രക്തം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവം ഏകനാണ്. ദൈവം തന്നെ ഏതെല്ലാം നിലവാരത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ടോ അതെല്ലാം ദൈവം തന്നെയാണ്. നാം കർത്താവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു അല്ലെങ്കിൽ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ നാം പറയുന്നത് കർത്താവിനാൽ നാം മുദ്രയിടപ്പെടുന്നു അല്ലെങ്കിൽ കർത്താവിനാൽ തന്നെ നാം വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം, നിങ്ങൾ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കി വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയാണ്. ഭയത്തിന് ഒരു കാര്യവുമില്ല അവിടെ. നിങ്ങളും ക്രിസ്തുവും ഒന്നാണ്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കും. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയാണ്. അതിനായിട്ട് തന്നെ ഒരുക്കമുള്ളവരാകുവിൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വ്യക്തമായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ് ഓർ വിൻഡിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ് ഓർ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെടുക എന്നാൽ ആത്മാവ് സാക്ഷി നിൽക്കുകയാണ്. ആത്മാവ് സാക്ഷി നിൽക്കുന്നത് കൊണ്ടാണ് ആത്മാവിനാൽ ജനിച്ചത്. ആത്മാവിനാൽ ജനിച്ചു എന്ന് മാത്രമാണോ? ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ആത്മാവിനാൽ നയിക്കപ്പെട്ടത് മാത്രമാണോ? ആത്മാവിനാൽ നയിക്കപ്പെട്ടത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തത്. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു? കാരണം കർത്താവായ യേശു ക്രിസ്തു ദൈവമായത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തത്. കാരണം ദൈവത്തിന് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. എനിക്ക് മാത്രമേ എന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. മനസ്സിലാക്കുക. ദൈവം നിങ്ങളിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. മനസ്സിലാക്കുക. ദൈവം നിങ്ങളിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. ജഡപ്രകാരം ആർക്കും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല. ആത്മാവിനാൽ ജനിച്ചവർക്ക് മാത്രമേ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയൂ. Christ has set the example, the pinnacle among all the examples. കർത്താവായ യേശു ക്രിസ്തു ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ആത്മാവിനാൽ നയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ മരണത്തിൽ താൻ തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. Why? Because he came from God. He is God. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആത്മാവിനാൽ താൻ ഉയർത്തെഴുന്നേറ്റു. എന്ത് സംഭവിച്ചു? ആത്മാവിനാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞോ? ഇല്ല. ആത്മാവിനാൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. കഴിഞ്ഞോ? ഇല്ല. പെന്തക്കോസ്ത് നാളിൽ ആത്മാവിനാൽ ക്രിസ്തു തന്റെ സഭയെ സ്ഥാപിച്ചു. കഴിഞ്ഞോ? ഇല്ല. ആത്മാവിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും ക്രിസ്തു തന്റെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് പിതാവിന്റെ സന്തതിയാക്കുകയാണ്. ക്രിസ്തു ആര്? ക്രിസ്തു നമ്മെ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കുന്നവനത്രേ. എന്തുകൊണ്ട്? ക്രിസ്തു ദൈവമാകയാലത്രേ. പ്രിയമുള്ളവരെ, ഈ സത്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. ഈ സത്യത്തിൽ നാം വളരട്ടെ. ക്രിസ്തുവാകുന്ന തലയോളം നാം വളരട്ടെ. ആത്മാവിൽ നാം ബലപ്പെടട്ടെ. തൻ്റെ അത്യന്ത മഹിമാതനമാകുന്ന ആ ശക്തി എന്തെന്ന് നാം തിരിച്ചറിയട്ടെ. പിന്നെ എഴുതിയിരിക്കുന്നു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. സീൻ ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവിന്റെ ഭൂമിയിലെ ജനനം അറിയിക്കുന്നത് ദൂതനാണ്. മറിയയോടും യോസേഫിനോടും ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആട്ടിടയന്മാരോട് ദൂത് വിളിച്ചു പറയുകയാണ്,
ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അവിടെ അത് വ്യക്തമായിട്ട് കാണാം. ദൂതന്മാർ ആ പാടുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അവർ വിളിച്ചു പറയാണ്, ക്രൈസ്റ്റ് ദ ലോർഡ് ഈസ് ബോൺ. യേശു കർത്താവ് ജനിച്ചിരിക്കുന്നു. അതായത് യേശു കർത്താവ്, യേശു ദൈവമാണ്. ദൈവം മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. ലോകേക രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ലോകത്തിന്റെ സന്തോഷം, ലോകത്തിന്റെ പ്രതീക്ഷ ജനിച്ചിരിക്കുന്നു. ആ ഭാഗം എടുത്ത് വായിക്കണമെന്നുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾക്കത് വായിക്കാം. തീർന്നോ? ഇല്ല. താൻ ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടപ്പോൾ, താൻ പരീക്ഷ തികച്ചപ്പോൾ, എന്തുകൊണ്ട്? ദൈവാത്മാവ് തന്നെ പരീക്ഷിക്കുവാൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. യേശു ദൈവമാണ് എങ്കിൽ എന്തിന് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്ന മഹാന്മാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒന്നുമില്ല, എന്നാൽ വിശ്വസിക്കുന്നവരോട് പറയുവാനുണ്ട്. പാപമൊഴിച്ച് സകലത്തിലും മനുഷ്യനായി അവതരിച്ച അരുമനാഥൻ പരീക്ഷിക്കപ്പെടണമെന്നത് ദൈവത്തിന്റെ ഹിതമാണ്. എന്തുകൊണ്ട് പാപമൊഴിച്ച് സകലത്തിലും? കാരണം താൻ ദൈവമാകയാൽ, തന്നിൽ പാപമില്ലാത്തത് കൊണ്ട്, തന്നെ സകലത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് തന്റെ വിശുദ്ധിയാകയാൽ പാപമൊഴിച്ച് സകലത്തിലും താൻ പരീക്ഷിക്കപ്പെട്ടു. ഒന്നാം മനുഷ്യനായ ആദാം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു തോറ്റുപോയപ്പോൾ രണ്ടാം മനുഷ്യനായ ആദാമായി ഇറങ്ങി വന്ന അരുമനാഥൻ പിശാചിനെ ജയിക്കുന്നവനെന്ന് തെളിയിച്ചു. എന്തിന്? ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമുക്കും പിശാചിനെ ജയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു തരുവാൻ, നമ്മുടെയും ജീവിതത്തിൽ ആ ജയം വെളിപ്പെടുത്തുവാൻ. യേശു ക്രിസ്തുവിന് മഹത്വം. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും കാണാൻ കഴിയും. കല്ലറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ദൂതന്മാരെ കാണാൻ കഴിയും. അവൻ ഇവിടെ ഇല്ല എന്ന് ദൂതന്മാർ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെ നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. സ്തോത്രം. ഈ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും വരുമെന്ന് അവിടെയും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തക ചരിത്രത്തിൽ ഇപ്രകാരം ദൂതന്മാർ സാക്ഷി നിൽക്കുന്ന, ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ഇപ്രകാരം പാപമില്ലാത്തവനായി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന ആരുമില്ല. മോശെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, പക്ഷേ പാപമുള്ളവനായിരുന്നു. എന്നാൽ ക്രിസ്തു പാപമില്ലാത്തവൻ. കാരണം ക്രിസ്തു ദൈവമാണ്, ക്രിസ്തു വചനമാണ്, ക്രിസ്തു വചനം ജഡമായി തീർന്നവനാണ്. അടുത്ത് എഴുതിയിരിക്കുന്ന എന്താ? പ്രീച്ച് അൺടു ദ ജെന്റൈൽസ്. അതായത് സ്തോത്രം, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. യഹൂദന്മാർക്ക് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. കാരണം സത്യദൈവം ലോകത്തിന്റെ രക്ഷിതാവാണ്, യഹൂദന്മാരുടെ മാത്രം രക്ഷിതാവല്ല. സത്യദൈവത്തിന് ഒരിക്കലും ഒരു ജാതിയിലോ ഒരു രാജ്യത്തിലോ ഒരു ചില മനുഷ്യരുടെ ഇടയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നവനല്ല. സത്യദൈവം സകല സൃഷ്ടിയുടെയും ആധാരമാണ്, സകല സൃഷ്ടിയുടെയും ദൈവമാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു ക്രിസ്തു ലോകത്തിന് ദൈവത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമാണ്. യേശു ക്രിസ്തു സകലർക്ക് വേണ്ടിയുമാണ് മരിച്ചത്. ജനിച്ചതും ഇനി ജനിപ്പാനിരിക്കുന്നതുമാകുന്ന ഈ ലോകത്തിലെ അവസാന സന്തതിക്ക് വേണ്ടിയുമാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരം സകലർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തു മുഖപക്ഷമില്ലാതെയാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ലോകത്തെ സകല ജനത്തിൻ്റെയും ഇടയിൽ പ്രസംഗിക്കുന്നത്. ഈ ലോകത്ത് ഏതൊരു മതത്തെ എടുത്താലും, ഏതൊരു മതത്തിലുള്ള ദൈവത്തെ എടുത്താലും അവർക്കെതിരെ സംസാരിക്കാൻ വ്യക്തമായ കാര്യങ്ങൾ ആ മതഗ്രന്ഥങ്ങളിൽ നിന്നും മതവിശ്വാസങ്ങളിൽ നിന്നും തന്നെ നമുക്ക് കിട്ടും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ സംസാരിപ്പാൻ ഒന്നും ലഭിക്കില്ല. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ലഭിക്കും, പക്ഷേ അത് കള്ളം മാത്രമേ ലഭിക്കൂ,
പൊള്ളയായത് മാത്രമേ ലഭിക്കൂ. സത്യം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക്, സത്യം അന്വേഷിക്കുന്നവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് സത്യസന്ധമായ ഏറ്റവും മേൽത്തരമായ കാര്യങ്ങൾ മാത്രമേ ലഭിക്കൂ. ക്രിസ്തു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. ക്രിസ്തു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. ക്രിസ്തു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. ക്രിസ്തു ക്ഷമിച്ചതുപോലെ ആരും ക്ഷമിച്ചിട്ടില്ല. ക്രിസ്തു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. ക്രിസ്തു അടക്കപ്പെട്ടതുപോലെ ആരും അടക്കപ്പെട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ആരും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ ആരും വാഗ്ദാനം ചെയ്തില്ല. താൻ മടങ്ങി വരുമെന്ന്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്റെ ആത്മാവിനെ കൊടുക്കുമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ ക്രിസ്തു പറയുക മാത്രമല്ല, നമ്മിൽ അത് നിവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് നാം സാക്ഷികളാണ്. അടുത്തെഴുതിയിരിക്കുന്ന എന്താണ്? ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ബിലീവ്ഡ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അതെ, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നാം ഇന്ന് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്. ലോകത്തിൽ വിശ്വസിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം, രക്ഷ പ്രാപിപ്പാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. രക്ഷ പ്രാപിപ്പാൻ ദൈവവും മനുഷ്യനുമായുള്ള ശത്രുത്വം നീങ്ങിപ്പോയി എന്നതിന് ഏക തെളിവ് നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യർക്ക് ദൈവത്തിന്റെ സന്തതിയാകുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു മാർഗം, അത് യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ഇത് മതമല്ല, ഇത് ദൈവമാണ്. ദൈവവും മതവുമായി ഒരു ബന്ധവുമില്ല. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ദൈവം സത്യമായതുകൊണ്ട്. ദൈവം ജീവനുള്ളവനാകയാൽ ആ ജീവനുള്ള ദൈവശക്തി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടപ്പോൾ, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടപ്പോൾ വ്യാപരിച്ചു. ദൈവശക്തി വ്യാപരിച്ചത് കൊണ്ടാണ് പ്രസംഗിക്കപ്പെട്ടത്. ദൈവശക്തി വ്യാപരിച്ചത് കൊണ്ടാണ് വിശ്വസിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്തുകൊണ്ട് തേജസ്സിൽ എടുക്കപ്പെട്ടു? യേശു ക്രിസ്തു ദൈവമാകയാൽ തേജസ്സിൽ എടുക്കപ്പെട്ടു. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് തേജസ്സിൽ എടുക്കപ്പെട്ടത്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. ആത്മാവിനാൽ ജനിച്ചു, ആത്മാവിനാൽ നടന്നു, ആത്മാവിനാൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തികച്ചു, തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, തന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, മരിച്ചു, ദൈവത്തിന്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ ആത്മാവിനാൽ തേജസ്കരിക്കപ്പെട്ടു, ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നമുക്ക് തന്നും ഇരിക്കുന്നു. മാത്രമോ ദൂതന്മാർ അതിന് സാക്ഷികളാണ്. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. മാത്രമോ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. തേജസ്സിൽ എടുക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. വീണ്ടും വരുമെന്ന വാഗ്ദത്തത്തോടുകൂടി തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോടുകൂടെ ചേർക്കുന്ന ആ പ്രവൃത്തിയെ താൻ തികച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തയേശുവിന്റെ നാളോളം അത് തികയ്ക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് God was manifest in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ക്രിസ്തു. ക്രിസ്തു ആര്? ക്രിസ്തു ദൈവം തന്നെ. ഈ സത്യം ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടത്രേ അവർ വിളിച്ചു പറഞ്ഞത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ സ്വയം ദൈവമായവൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതത്രേ ക്രിസ്തു.
ദൈവത്തെ വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി ഇറങ്ങി വന്നവൻ ക്രിസ്തു. ഈ വചനത്താൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.